If P is to Q equals 1 is to 2, Q is to R equals 3 is to 2, then P is to R is dash. നമുക്കിവിടെ P is to Q സമം 1 is to 2 എന്ന് നൽകിയിട്ടുണ്ട്. അതുപോലെ Q is to R സമം 3 is to 2 എന്ന് നൽകിയിട്ടുണ്ട്. നമുക്ക് P is to R എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം പല രീതിയിൽ കണ്ടുപിടിക്കാം. അതിനുള്ള ഒരു മാർഗമാണ് ഈ പറയുന്നത്. നോക്കുക, ഈ രണ്ട് അംശബന്ധങ്ങളെയും യോജിപ്പിക്കുന്നത് Q ആണ്. ആദ്യത്തെ അംശബന്ധത്തിൽ ക്യൂവിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 2ഉം രണ്ടാമത്തെ അംശബന്ധത്തിൽ ക്യൂവിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 3ഉമാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ട് അംശബന്ധങ്ങളിലും ക്യൂവിനെ സൂചിപ്പിക്കുന്ന സംഖ്യ ഒരുപോലെ വരുന്ന രീതിയിൽ ഈ അംശബന്ധങ്ങളെ മാറ്റി എഴുതുക. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. രണ്ടാമത്തെ അംശബന്ധത്തിൽ ക്യൂവിനെ സൂചിപ്പിക്കുന്ന സംഖ്യയായ 3 കൊണ്ട് ആദ്യത്തെ അംശബന്ധത്തിലെ സംഖ്യകളെ ഗുണിക്കുന്നു. അപ്പോൾ 3 കൊണ്ട് ആദ്യത്തെ അംശബന്ധത്തിലെ സംഖ്യകളെ ഗുണിച്ചാൽ ഇത് 3:6 എന്നാവും. അതുപോലെ ആദ്യത്തെ അംശബന്ധത്തിൽ ക്യൂവിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 2 ആണ്. ഈ 2 കൊണ്ട് രണ്ടാമത്തെ അംശബന്ധത്തിലെ സംഖ്യകളെയും ഗുണിക്കുക. 2 3 6 2 2 4. ഇപ്പോൾ നോക്കുക, രണ്ട് അംശബന്ധങ്ങളിലും ക്യൂവിനെ സൂചിപ്പിക്കുന്ന സംഖ്യ ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ നമ്മൾ ഈ അംശബന്ധങ്ങളെ മാറ്റി എഴുതി കഴിഞ്ഞു. ഇനിയിപ്പോൾ P/R എഴുതാനായിട്ട് നമുക്ക് എളുപ്പമാണ്. 3:4 ആണ്. P/R 3:4. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാവുന്നതാണ്, ഓപ്ഷൻ സി. ഇനി മറ്റൊരു മാർഗമുണ്ട്. മറ്റൊരു മാർഗം അത് ഒരുപക്ഷെ ഇതിലും എളുപ്പമായിരിക്കും. തന്നിരിക്കുന്ന അംശബന്ധങ്ങളെ ഭിന്നസംഖ്യാ രൂപത്തിലാക്കുന്നു. P/Q സമം 1:2 ആണ്. അപ്പോൾ നമുക്ക് P/Q അതിനെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതിയാൽ എങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതാം. അതുപോലെ Q/R 3:2 ആണല്ലോ. അപ്പോൾ അതിനെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതിയാൽ Q/R സമം 3/2 എന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് P/R ആണ്. അതായത് P/R വേണം നമുക്ക് കാണാൻ. P/R കിട്ടാനായിട്ട് P/Q ഗുണം Q/R കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ക്യൂവും ക്യൂവും ക്യാൻസൽ ആവും. അപ്പോൾ P/R ആവും. ഈക്വൽസ് P/Qൻ്റെ വാല്യൂ 1/2. 1/2 ഇൻറ്റു Q/Rൻ്റെ വാല്യൂ 3/2. നോക്കുക, ഇവിടെ ക്യൂവും ക്യൂവും ക്യാൻസൽ ആവും. അപ്പോൾ P/R എന്ന് വരും. അതായത് P/R ഈക്വൽസ് ഈ ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 3 3/2 × 2 4. അപ്പോൾ P/R ഈക്വൽ ടു 3/4 എന്ന് വരും. അതിനെ അംശബന്ധ രൂപത്തിൽ എഴുതിയാൽ P/R സമം 3:4 എന്ന് വരും. നമുക്ക് നേരത്തെ കിട്ടിയ ഉത്തരം തന്നെയാണ്. ഇതിലേതെങ്കിലും ഒരു മെത്തേഡിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. The number of diagonals of a polygon of 10 sides is dash. 10 വശങ്ങളുള്ള ഒരു പോളിഗണിൻ്റെ ഡയഗണലുകളുടെ വികരണങ്ങളുടെ എണ്ണം എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു സൂത്രവാക്യമുണ്ട്. നമ്പർ ഓഫ് ഡയഗണൽസ് ഈക്വൽ ടു n × n-3/2 ആയിരിക്കും. വേർ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ്. ഒരു പോളിഗണിൻ്റെ സൈഡുകളുടെ എണ്ണം n ആണെങ്കിൽ അതിലെ ഡയഗണലുകളുടെ എണ്ണം n × n-3/2 ആണ്. ഇവിടെ സൈഡ്സിൻ്റെ എണ്ണം 10 ആണെന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഡയഗണൽസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 10 × 10-3/2 എന്ന് വരും. അതായത് 10 × 10 × 3 കുറച്ച് 7. 10 × 7/2. 10നെ 2 കൊണ്ട് ഹരിക്കാം. 5 എന്ന് കിട്ടും. 5 7 35. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഡയഗണലുകളുടെ എണ്ണം 35 ആയിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ എ. അപ്പോൾ ഓർക്കുക, ഒരു പോളിഗണിൻ്റെ ഡയഗണലുകളുടെ എണ്ണം കാണാനുള്ള സൂത്രവാക്യം ഓർത്തിരിക്കുക. n × n-3/2. The number of integral solutions of the equation 3x - 4y = 0 is dash. അപ്പോൾ ഈ ചോദ്യത്തിൽ 3x - 4y = 0 ഈ ഇക്വേഷനിൽ എക്സും വൈയും ഇൻറ്റിജറായിട്ട് വരുന്ന എത്ര സൊല്യൂഷൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. എക്സും വൈയും ഇൻറ്റിജറായിട്ട് വരുന്ന സൊല്യൂഷൻസ് മാത്രമാണ് ഇവിടെ ആവശ്യം. അപ്പോൾ നമുക്കിതിൽ ഏതെങ്കിലും ഒരെണ്ണം സോൾവ് ചെയ്തെടുക്കാം. നോക്കുക, 3x - 4y = 0. 4y നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. അപ്പോൾ 3x - 4y ഇവിടെ വരുമ്പോൾ +4y വരും. അല്ലെങ്കിൽ x = 4/3y എന്ന് വരും. നോക്കുക, ഈ എക്സ് ഒരു ഇൻറ്റിജർ ആകണമെങ്കിൽ ഇവിടെ ഈ 3 ക്യാൻസൽ പോകണം.
എക്സ് ഇൻറ്റിജർ ആകണമെങ്കിൽ 3 ക്യാൻസൽ ചെയ്ത് പോകണം. 3 ക്യാൻസൽ ചെയ്ത് പോകണമെങ്കിൽ y 3യുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ എക്സ് ഇൻറ്റിജർ ആകണമെങ്കിൽ y 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതായത് ഇപ്പോൾ y = 3 വരികയാണെങ്കിൽ y 3 ആണെങ്കിൽ എക്സ് എത്ര വരും? 4/3 × 3. 3യും 3യും ക്യാൻസൽ ആവും. എക്സിൻ്റെ വാല്യൂ 4 ആവും. അപ്പോൾ ഒരു സൊല്യൂഷനായി എക്സ് 4ഉം y 3യും. ഇനി y 6 വരികയാണെങ്കിൽ 3യുടെ അടുത്ത മൾട്ടിപ്പിൾ, അപ്പോഴും എക്സ് എന്ന് പറയുന്നത് 4/3 × 6. 3 കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്താൽ 2. 4 × 2 8 വരും. അപ്പോൾ എക്സ് 8ഉം y 6ഉം മറ്റൊരു സൊല്യൂഷനാണ്. അപ്പോൾ y 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എക്സ് ഇൻറ്റിജർ ആവും, കൂടാതെ വൈയും ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ എക്സും വൈയും ഇൻറ്റിജർ ആകാനുള്ള ഒരു കണ്ടീഷൻ y 3യുടെ മൾട്ടിപ്പിൾ ആയി വരിക എന്നുള്ളതാണ്. ഇനി 3യുടെ മൾട്ടിപ്പിൾസിൻ്റെ എണ്ണം ഇൻഫിനിറ്റ് ആണ്. അപ്പോൾ ഇതിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും. ശരി ഉത്തരം ഓപ്ഷൻ ഡി, ഇൻഫിനിറ്റ്. The probability that a leap year chosen at random contains 53 Mondays is dash. ഒരു ലീപ്പ് ഇയറിൽ 53 തിങ്കളാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത എത്രയെന്നാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഒരു അധിവർഷം അഥവാ ലീപ്പ് ഇയറിൽ 53 തിങ്കളാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ ലീപ്പ് ഇയറിൽ ഉള്ള ദിവസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 366 ആണ്. ഫെബ്രുവരിയിൽ 29 ദിവസങ്ങളുള്ളതുകൊണ്ട് 366 ദിവസങ്ങളുണ്ടാവും. നമ്മൾ ഈ 366നെ ഒരാഴ്ചയിലെ ദിവസങ്ങളുടെ എണ്ണമായ 7 കൊണ്ട് ഹരിക്കുക. 366നെ 7 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 36ൽ 5 തവണ 5 7 35, കുറയ്ക്കുമ്പോൾ 1 വരും. 16ൽ 2 തവണ 2 7 14, ശിഷ്ടം 2. അപ്പോൾ 366ൽ 7 52 തവണയാണ് വരുന്നത്. അതായത് 52 പൂർണ്ണ ആഴ്ചകളും 52 പൂർണ്ണ ആഴ്ചകളുണ്ട്. കൂടാതെ 2 ദിവസങ്ങളുമാണ് ഈ 366 ദിവസങ്ങളിൽ വരുന്നത്. ഈ 52 പൂർണ്ണ ആഴ്ചകളിലായിട്ട് 52 മൺഡേയ്സ് വരും. 52 മൺഡേയ്സ് വരും, തിങ്കളാഴ്ചകൾ. ബാക്കിയുള്ള 2 ദിവസങ്ങളിൽ ഒരെണ്ണം തിങ്കളാഴ്ച വരാനുള്ള സാധ്യത എത്രയെന്നാണ് ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ബാക്കിയുള്ള 2 ദിവസങ്ങളിൽ ഒരെണ്ണം തിങ്കളാഴ്ച വന്നു കഴിഞ്ഞാൽ 53 തിങ്കളാഴ്ചയാവും. അപ്പോൾ ബാക്കിയുള്ള 2 ദിവസങ്ങൾ, അടുപ്പിച്ചുള്ള 2 ദിവസങ്ങൾ വരും. അതായത് എങ്ങനെയൊക്കെ വരാം? സൺഡേ മൺഡേ വരാം. ഇനി മൺഡേ ട്യൂസ്ഡേ വരാം. ട്യൂസ്ഡേ വെനസ്ഡേ വരാം. വെനസ്ഡേ തേഴ്സ്ഡേ വരാം. തേഴ്സ്ഡേ ഫ്രൈഡേ വരാം. ഫ്രൈഡേ സാറ്റർഡേ വരാം. സാറ്റർഡേ സൺഡേ വരാം. അപ്പോൾ എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കുക. ഇങ്ങനെ 7 ഓപ്ഷൻസ് ആണുള്ളത്. ബാക്കിയുള്ള 2 ദിവസങ്ങൾ വരുന്നത് ഈ 7 രീതിയിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും, ഒരു രീതിയിലായിരിക്കും. ഇതിൽ ഏതൊക്കെ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ തിങ്കളാഴ്ച വരും? ആദ്യത്തെ 2 എണ്ണത്തിൽ മാത്രമേ തിങ്കളാഴ്ചകളുള്ളൂ. അപ്പോൾ ഈ 7 ഓപ്ഷനിൽ 2 എണ്ണത്തിൽ തിങ്കളാഴ്ച വരാം. അപ്പോൾ ഈ 7 ഓപ്ഷനിൽ ഒരു തിങ്കളാഴ്ച വരികയാണെങ്കിൽ 53 തിങ്കളാഴ്ച കിട്ടും. അപ്പോൾ 53 തിങ്കളാഴ്ച കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 7ൽ 2 ആണ്. അപ്പോൾ 7ൽ 2 ആണ് 53 തിങ്കളാഴ്ച വരാനുള്ള സാധ്യത. ശരി ഉത്തരം ഓപ്ഷൻ എ, 7ൽ 2. The value of 1 square minus 2 square plus 3 square minus 4 square plus etc. plus 99 square minus 100 square is dash. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് 1 square minus 2 square plus 3 square minus 4 square plus etc. plus 99 square minus 100 square. ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സംഖ്യകളുടെ എല്ലാം വർഗ്ഗങ്ങൾ കണ്ടുപിടിച്ച്, അല്ല ഈ സ്ക്വയേഴ്സുകളെല്ലാം കണ്ടുപിടിച്ച് കൂട്ടിയും കുറച്ച് സിംപ്ലിഫൈ ചെയ്യൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പെട്ടെന്ന് തീരില്ല. അപ്പോൾ നമുക്കിവിടെ മറ്റു ചില മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. ഇതിനെ ഓരോ പെയറാക്കി മാറ്റുക. നോക്കുക, 1 square minus 2 square, 3 square minus 4 square, അങ്ങനെ ലാസ്റ്റ് പെയർ വരുന്നത് 99 square minus 100 square ആണ്.
ഇനി നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആണ്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അപ്പോൾ നമുക്ക് ആ ഐഡൻറ്റിറ്റി ഈ ഓരോ പെയറിൽ ഉപയോഗിച്ചാൽ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 1 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്നുള്ളത് 1 പ്ലസ് 2 ഇൻറ്റു 1 മൈനസ് 2 എന്ന് എഴുതാം. പ്ലസ് അതുപോലെ അടുത്തത് എന്ത് വരും? 3 പ്ലസ് 4 ഇൻറ്റു 3 മൈനസ് 4 എന്ന് വരും. അടുത്തതോ ഈ രീതിയിൽ നമ്മളങ്ങനെ പുരോഗമിച്ച് അവസാന ലാസ്റ്റ് പെയറിനെ എങ്ങനെ എഴുതാം? 99 പ്ലസ് 100 ഇൻറ്റു 99 മൈനസ് 100 എന്ന് വരും. ഇതൊന്നും കൂട്ടണ്ട, നമ്മളത് 1 പ്ലസ് 2 എന്ന് തന്നെ എഴുതിയിടുക. അപ്പോൾ 1 പ്ലസ് 2 ഇൻറ്റു 1 മൈനസ് 2 എത്രയാണ്? മൈനസ് 1 ആണ്. പ്ലസ് 3 പ്ലസ് 4 ഇൻറ്റു 3 മൈനസ് 4 അതും മൈനസ് 1, പ്ലസ് എക്സെട്ര പ്ലസ് 99 പ്ലസ് 100 ഇൻറ്റു 99 മൈനസ് 100 അതും മൈനസ് 1. അപ്പോൾ എല്ലാ സംഖ്യകളെയും ഗുണിച്ചിരിക്കുന്നത് മൈനസ് 1 കൊണ്ടാണ്. മൈനസ് 1 നമുക്ക് കോമൺ ആക്കി എടുക്കാമല്ലോ. അപ്പോൾ മൈനസ് 1 കോമൺ ആക്കുമ്പോൾ ഇതെങ്ങനെ വരും? 1 പ്ലസ് 2, ആദ്യത്തേൽ 1 പ്ലസ് 2 ഉണ്ട്, അടുത്തതിൽ പ്ലസ് 3 പ്ലസ് 4, അടുത്ത 5 പ്ലസ് 6 ആണ്, അങ്ങനെ ലാസ്റ്റ് വരുന്നത് എക്സെട്ര പ്ലസ് 99 പ്ലസ് 100 എന്ന് വരും ഇൻറ്റു മൈനസ് 1. അപ്പോൾ ഇത് നോക്കുക, 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ നമുക്ക് സൂത്രവാക്യമുണ്ട്, n ഇൻറ്റു n പ്ലസ് 1/2. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമം കണ്ടുപിടിച്ചാൽ മതി. അത് കണ്ടുപിടിക്കാനായിട്ട് 100 ഇൻറ്റു 100 പ്ലസ് 1 അതായത് 101 എന്ന് വരും /2 ഇൻറ്റു പുറത്തും മൈനസ് 1 ഉണ്ട്. ദെൻ 100 ഇൻറ്റു 101 അതായത് 10100 എന്ന് വരും /2 ഗുണം മൈനസ് 1 എന്ന് വരും. 10100ൻ്റെ പകുതി 10,000ൻ്റെ പകുതി 5000 വരും, 100ൻ്റെ പകുതി 50, അതായത് 5050 ഗുണം മൈനസ് 1 എന്ന് വരും. അല്ലെങ്കിൽ -5050 ആണ് നമുക്ക് വേണ്ട ഉത്തരം. ശരി ഉത്തരം ഓപ്ഷൻ സി.